നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ എന്തായാലും പുറത്ത് ചാടും. നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയിക്കോളാം. വേഗാവട്ടെ. എന്റെ ഫോൺ കണ്ടായിരുന്നോ? ഞാനൊന്നും കണ്ടില്ല. നീ എവിടെ എവിടെയെങ്കിലും നോക്ക്. ഇവിടെ ഒരു ഫോൺ ഉണ്ടല്ലോ. അതെ. ഓക്കെ. കാർത്തികിനെ വിളിക്കണോ? വിളിച്ച കാർത്തികിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആ ഗ്യാപ്പില് വൈശാഖും മീനാക്ഷും തമ്മിലുള്ള കല്യാണം നടന്നാലോ? വേണ്ട, കാർത്തികിനെ വിളിക്കുന്നില്ല. ഇനിയിപ്പോ എന്താണ് ഒരു പോംവഴി? ഈ നാശം പിടിച്ച ഫോൺ ആ സമയത്ത് ഏറി ഓഫ് പോയി. വയ്യ. ഭാഗ്യം ഓണായി. ചെമ്പകമംഗലത്തുകാരുടെ ഒരു കല്യാണമേളം. എന്റെ കുടുംബത്തെ നാണം കെടുത്താനുള്ള ഈ കല്യാണം എനിക്കൊന്ന് കാണണം. ഇന്ന് ഈ ഇന്ദ്രജയുടെ ദിവസം. വൈശാഖാണല്ലോ. ആ വൈശാഖി, ആന്റി, ഞാനിവിടെ വല്ലാത്തൊരു കുരുക്കിപ്പെട്ട് കിടക്കുക. നീ ഒരു കുരുക്കിലും പെടില്ല. നീ നിന്റെ കാര്യം പറ. കല്യാണ ചെക്കന്റെ വേഷമൊക്കെ ധരിച്ച് ഞാൻ ഈ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുക. മറ്റുള്ളവരുടെ കണ്ണു പിടിച്ച് പുറത്തിറങ്ങാൻ ഒരു രക്ഷയുമില്ല ആന്റി. കല്യാണത്തിന്റെ മുഹൂർത്തമാവുന്നു. ഞാനിപ്പോ എന്ത് ചെയ്യൂ ആന്റി? ഇവിടെ ഇന്ദ്രജയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ഈച്ച പോലും അനങ്ങില്ല. ഞാൻ ഈ ഓഡിറ്റോറിയത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ദൈവമേ, ഭാഗ്യം. നീ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. എന്റെ ആൾക്കാർ നിന്നെ പുറത്തിറക്കും. ശരി ആന്റി. നീ മൈഥിലിയും കൂട്ടി പോകാനുള്ള സാഹസമൊന്നും കാണിക്കണ്ട. മൈഥിലിയെ പിന്നീട് ഞാൻ നിന്റെ അടുത്ത് എത്തിച്ചിരിക്കും. താങ്ക് യു ആന്റി. അലങ്കോലമായ കല്യാണം കൂടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെമ്പകമംഗലത്തുകാരുടെ മുഖത്ത് നോക്കി എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നീയും മൈഥിലിയും പോയി കഴിഞ്ഞ് ഇവിടെ ഒരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ ജയിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. ആ ചേച്ചി, എപ്പോ എത്തി? നേരത്തെ എത്തി ചേച്ചി. ഞാനിപ്പോ വരെ. ആ മാളു, പിന്നെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ചെല്ലി. ആണോ? കൈമൾ സാറേ, കല്യാണ മുഹൂർത്തത്തിന് ഇനി 4-5 മിനിറ്റേ ബാക്കിയുള്ളൂ. മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നാൽ ആ ദക്ഷിണ കൊടുപ്പ് ചടങ്ങ് നടത്താം. ശരി. അല്ല, അപ്പൊ താലമേന്തി അകമ്പടിയോടെ പെണ്ണിനെ കൊണ്ടുവരുന്ന ചടങ്ങോ?
അമ്മേ എന്നാ മീനാക്ഷി വിളിക്കട്ടെ. ആ വിളിക്കും മോളെ. ആ നന്ദിനി, ആ ഞങ്ങളും വരാം. ആ വാ. ഈ നേരത്തെ നമുക്ക് കാശ് ചോദിച്ചാലോ? നീ ഒന്ന് ക്ഷമിച്ചിരിക്കേണ്ട താരകെ, കാശ് അവര് തരും. തന്നില്ലെങ്കിൽ കല്യാണവും നടക്കത്തില്ല, ഒരു പുല്ലും നടക്കത്തില്ല. ആദ്യം മുത്തശ്ശന് ദക്ഷിണ കൊടുക്ക. എന്റെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാ മോളെ, ഇനി മുത്തശ്ശിക്ക്. നന്നായി വരട്ടെ. ഇനി അമ്മയ്ക്ക്. അല്ല, ഈ കുട്ടിയുടെ അച്ഛൻ എവിടെ? ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ട് വർഷം ഇത്രയായി. വേണ്ട വേണ്ട, ഇപ്പൊ വേണ്ട, അവിടെ ചെന്ന് നിൽക്ക്. ആ നീ വിഷമിക്കാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.